Hi everyone. Today we shall see data types and type modifiers. We know that there are different types of data. Data എന്നാൽ ഇൻറ്റീജർ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്, സ്ട്രിങ് ഉണ്ട്. സിംഗിൾ കോഡ്സിൽ കൊടുക്കുന്ന ഒരു വാലിഡ് ക്യാരക്ടറാണ് ക്യാരക്ടർ ഡാറ്റ. ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പേഴ്സാണ് ഇൻറ്റീജർ ഡാറ്റ. ഫ്രാക്ഷണൽ പാർട്ട് ഉള്ള നമ്പേഴ്സ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റയാണ്. ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന ഡാറ്റയാണ് സ്ട്രിങ്. വിവിധ തരത്തിലുള്ള ഡാറ്റ ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യണം. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിഫറെൻറ്റ് ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. C++ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്സ് ആർ ദ മീൻസ് ടു ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ദ ഡാറ്റ ആൻഡ് ദ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദ ഡാറ്റ. C++ൽ ഒരുപാട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഡാറ്റയുടെ നേച്ചറും സൈസും അസോസിയേറ്റഡ് ഓപ്പറേഷനും ബേസ് ചെയ്ത് ഇവയെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്നും ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്നും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്നും തിരിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് അഥവാ ബിൽറ്റ് ഇൻ ഓർ ബേസിക് ഡാറ്റ ടൈപ്സ്. C++ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്. They are atomic in nature and cannot be further broken into small units. 5 ബേസിക് ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ്. ഇതിൽ ഇൻറ്റും ക്യാറും ഇൻ്റഗ്രൽ ഡാറ്റ ടൈപ്പാണ്. ഫ്ലോട്ടും ഡബിളും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ടൈപ്പാണ്. C++ൽ ഡാറ്റ ടൈപ്സ് 3 തരത്തിലുണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. There are 5 fundamental data types: int, char, void, float and double. Out of this, int and char belongs to integral data type and float and double belongs to floating point data type. See here you can see a table: char, int, float, double, void. These are the built-in data types. ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഓരോന്നും യൂസ് ചെയ്യുന്ന മെമ്മറി സ്പേസ് അല്ലെങ്കിൽ കമ്പൈലർ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി സ്പേസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ റേഞ്ച്. ക്യാരക്ടറിന് 1 ബൈറ്റ് മെമ്മറിയാണ്. ഇൻറ്റ് 4 ബൈറ്റ്സ്, ഫ്ലോട്ട് 4 ബൈറ്റ്സ്, ഡബിൾ 8 ബൈറ്റ്സ് ആൻഡ് വോയിഡ് 0 ബൈറ്റ്സ്. ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. ഇൻറ്റീജേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ് without a fractional part. They can be positive, 0 or negative. The keyword int represents integer numbers within a specific range. GCC allows 4 bytes of memory for int. മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത് ഓരോ സിസ്റ്റത്തെയും കമ്പൈലറിനെ ആശ്രയിച്ചിരിക്കും. ടർബോ C++ൽ ഇൻറ്റിന് 2 ബൈറ്റ്സ് ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ക്യാർ ഡാറ്റ ടൈപ്പ്. ഇറ്റ്സ് ഫോർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. C++ ക്യാരക്ടർ സെറ്റിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ലെറ്റേഴ്സോ ഡിജിറ്റ്സോ സിമ്പിൾസോ പങ്ക്ച്വേറ്റേഴ്സോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ ക്യാർ ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. 1 ബൈറ്റ് ഓഫ് മെമ്മറിയാണ് ക്യാർ ഡാറ്റ ടൈപ്പ് അലോക്കേറ്റ് ചെയ്യുക. ഇഫ് എ ക്യാരക്ടർ ഇസ് സ്റ്റോർഡ് ഇൻ എ ക്യാരക്ടർ വേരിയബിൾ, ഇറ്റ്സ് വാല്യൂ ഇസ് ഈക്വലൻറ്റ് ടു ദ ഇൻറ്റീജർ കോഡ് ഓഫ് ദറ്റ് ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ ആസ്കി കോഡാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാരക്ടറിനെ ഇൻറ്റീജർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ദർ ആർ 256 ആസ്കി കോഡ്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഫോർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സാണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. ഫ്ലോട്ട് റെപ്രസെൻറ്റ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്. GCC 4 ബൈറ്റ്സ് ആണ് ഫ്ലോട്ടിന് റിസർവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് 7 പ്രിസിഷൻ ഡിജിറ്റ്സ്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ക്യാൻ റെപ്രസെൻറ്റ് വാല്യൂസ് ബിറ്റ്വീൻ ദ ഇൻറ്റീജേഴ്സ്. അതായത് 2 ഇൻറ്റീജർ വാല്യൂസിനിടയ്ക്കുള്ള വാല്യൂസ്, ഡെസിമൽ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഓപ്പറേഷൻസ് ആർ സ്ലോവർ ദാൻ ഇൻറ്റീജർ ഓപ്പറേഷൻസ്. ഡബിൾ ഡാറ്റ ടൈപ്പ് ഫോർ double precision floating point numbers. If you need to store a larger number with more precision, double data type is used.
It consumes double the size of float data type. 8 bytes ആണ് GCC പ്രൊവൈഡ് ചെയ്യുന്നത്. It can have 15 precision digits. Void. It is used for null or empty set of values. It does not require any memory space at all. അല്ലെങ്കിൽ 0 bytes ആണ് ഇതിനാവശ്യം. It is used as a return type for functions that do not return a value. വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫങ്ഷന് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ആണ് നമ്മൾ വോയിഡ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് മോഡിഫയേഴ്സ്. Each data type can represent only a certain range of data and it reserves only a specific amount of memory for storing it. Basic data typesൻ്റെ മെമ്മറി സൈസും ഡാറ്റ റേഞ്ചും മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. Type modifiers are the keywords used along with the basic data types to modify the size of memory space and the range of data handled by the basic types. It alters the range of values permitted to a data type by altering the memory size or sign of values. വോയിഡ് ഡാറ്റ ടൈപ്പിനും ഫ്ലോട്ടിനും മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നില്ല. സൈൻഡ്, അൺസൈൻഡ്, ലോങ് ആൻഡ് ഷോർട്ട് ആർ ദ മോഡിഫയേഴ്സ്. ഇതിൽ സൈൻഡും അൺസൈൻഡും ലോങ്ങും ഷോർട്ടും ഇൻറ്റീജറിന് മോഡിഫയേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ക്യാരക്ടറിന് സൈൻഡും അൺസൈൻഡും മോഡിഫയേഴ്സ് ഉണ്ട്. ഡബിളിന് ലോങ് മോഡിഫയർ മാത്രം അപ്ലൈ ചെയ്യാം. ലോങ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ തന്നെയാണ്. Integer type modifiers. 3 different integer sizes represent ചെയ്യാൻ ഷോർട്ട്, ഇൻറ്റ്, ലോങ് എന്ന 3 ഇൻറ്റീജർ ടൈപ്സ് ഉണ്ട്. ഇതിന് സൈൻഡും അൺസൈൻഡ് വേർഷൻസും ഉണ്ട്. ഷോർട്ട് ഇൻറ്റ് എന്നാൽ ഷോർട്ടാണ്, ലോങ് ഇൻറ്റ് എന്നാൽ ലോങ് ആണ്. The range of signed int is same as int. നെഗറ്റീവ് വാല്യൂസ് ഹോൾഡ് ചെയ്യാതിരിക്കാൻ അൺസൈൻഡ് മോഡിഫയർ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു വേരിയബിളിന് ഹോൾഡ് ചെയ്യാവുന്ന റേഞ്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ക്യാരക്ടർ ടൈപ്പ് മോഡിഫയർ. ക്യാരക്ടർ ടൈപ്പ് ഈസ് അനദർ ഇൻറ്റീജർ ടൈപ്പ്. ഒരൊറ്റ ബൈറ്റിന് C++ ക്യാരക്ടർ സെറ്റിലെ എല്ലാ സിമ്പിൾസും റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ദ ഹോൾ റേഞ്ച് ഓഫ് 256 ക്യാരക്ടേഴ്സ്. Char type can also be signed or unsigned. The unsigned char represents the range 0 to 255 and the signed char represents -128 to 127. The range of signed char is same as char. Float type modifiers. C++ has 3 floating point types: float, double and long double. Float occupies 4 bytes of memory, double occupies 8 bytes and long double occupies 10 bytes of memory. Assign short, long or int when a variable is an integer. Variable integer ആണെങ്കിൽ നമുക്ക് ഷോർട്ടും ലോങ്ങും ഇൻറ്റും യൂസ് ചെയ്യാം. Assign float and double when fractional numbers are needed. Assign char if the variable will contain only one character of data. See, you can see the table. ഇതിൽ ഓരോ ഡാറ്റ ടൈപ്സും അതിൻ്റെ ടൈപ്പ് മോഡിഫയേഴ്സും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ദ സൈസ് അലോക്കേറ്റഡ് ആൻഡ് ദ റേഞ്ച്. സൈൻഡിനും അൺസൈൻഡിനും റേഞ്ച് വേറെ, റേഞ്ച് ഓഫ് വാല്യൂസ് ഇറ്റ് ക്യാൻ ഹോൾഡ് മേ ബി ഡിഫറെൻറ്റ്. ദെൻ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സും ഉണ്ട്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഫ്രം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ത്രൂ സം ഗ്രൂപ്പിംഗ് ഓർ ഓൾട്രേഷൻ ഇൻ ദ സൈസ്. എക്സാമ്പിൾ arrays, pointers, functions, etc. User-defined data types. User-defined data types are the data type defined by the programmer. പ്രോഗ്രാമറിന് ആവശ്യത്തിന് ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്.
എക്സാമ്പിൾ സ്ട്രക്ചർ, യൂണിയൻ, ക്ലാസ് എക്സെട്ര. ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.